എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല ആയിഷത്താത്ത, നിങ്ങളെ മൂപ്പര് സൗദിന്ന് വരാറായില്ലേ? പിന്നെ മൂപ്പര് എല്ലാ കൊല്ലവും നോമ്പിന് വരും, ഇക്കൊല്ലവും വരും. മൂപ്പര് വരുമ്പോ നിങ്ങൾ ഇന്റെ പുയ്യാപ്പിളിക്ക് ഒരു വിസ കൊണ്ടുവരാൻ പറയണം. പഠിച്ചോനെ നമ്മളെ ഗഫൂറിനോ നല്ല ശേലായി. ഓന് വിശ്വാസല്ലടോ. അങ്ങനെയൊന്നുമില്ല, എല്ലാ കാര്യത്തിലും ഭയങ്കര ശ്രദ്ധയാണ്, അത്രേ ഉള്ളൂ. എന്ത് ശ്രദ്ധ! ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഓ, വല്ലാത്തൊരു ഗഫൂർ തന്നെ. പറച്ചോനെ, ആകാശത്തോട് പറക്കുന്ന വല്ല വിമാനവും നമ്മളെ തലയിൽ ഉഗ്ഗുവോ? ആ, അതിനൊരു പണിയുണ്ട്. ആഹാ, ഇനി പേടിക്കണ്ട. അല്ല, നിങ്ങക്കെന്താ തലയ്ക്ക് നല്ല സുഖല്ലേ? ഇതെന്തിനാ കല്ലെറിഞ്ഞ് നടക്കണേ? എടോ, പാമ്പ് പോകാൻ വേണ്ടിട്ടാണ്. എടോ, പാമ്പ് കടിച്ച് മരിക്കാന്ന് പറഞ്ഞാ വലിയ കഷ്ടാണ്, മനസ്സിലായോ? അതിലൂടെ പാമ്പുണ്ടോ? ചെലപ്പോ ഉണ്ടെങ്കിലോ? ചങ്ങാതി, നമ്മള് വളരെ ശ്രദ്ധിക്കണം. അശ്രദ്ധയാണ് എല്ലാ അപകടങ്ങൾക്കും കാരണം. കേട്ടിട്ടില്ലേ, ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. അത് ശരി. അപ്പൊ ഇയാള് ഭയങ്കര ശ്രദ്ധാലുവാണ്. പിന്നല്ലാതെ, നമ്മള് വീട്ടിന്റെ അകത്ത് കൂടി ഷൂടാണ് നടക്കൂല. ഈ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇതെന്തിനാന്നറിയോ? രോഗാണുക്കൾ കടക്കാതിരിക്കാനാണ് ഈ ഗ്ലൗസ് ഇട്ടത്. ബസ്സിൽ നമ്മൾ കയറൂല. അതെന്താ? എപ്പോഴും ആക്സിഡന്റ് അല്ലടോ. ബസ്സിൽ നല്ല ഒരു വാഹനത്തിലും നമ്മൾ കയറൂല. അപ്പൊ പിന്നെ എവിടേക്കെങ്കിലും പോണെങ്കിലോ? നടന്നു പോവും. എടോ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മക്കാണ് നല്ലത്. ശ്രദ്ധ ഇല്ലാത്തവരാണ് എപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ ഒരസുഖവും വന്നിട്ടില്ല, ഒരപകടവും പറ്റിയിട്ടില്ല. മനസ്സിലായോ? അല്ലാഹ് ഞറപ്പേ, കഷ്ടം. വരാനുള്ളത് വഴി തങ്ങിയില്ല, തേങ്ങ തലേ തന്നെ വീണ്. പറച്ചോനെ, ഈ തേങ്ങയിലുള്ള രോഗാണുക്കൾ മുഴുവനും നമ്മളെ തലനുള്ളിലേക്ക് കേറിപ്പോയല്ലോ. പറച്ചോനെ,